നേരത്തെ ഒരു കടയിൽ ചെന്നല്ല, അപ്പോൾ അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. ജസ്ലിൻ്റെ അമ്മ സ്കൂളിൽ പോയി. ഇപ്പോൾ ജസ്ലിനെ കൊണ്ട് ഞാൻ മത്സ്യവെട്ടി പോവാം പൈസ അടക്കാൻ വേണ്ടി. ഓ വെള്ളം ചീറ്റി. ഇതാണ് മത്സ്യഫെഡ്. ഇവിടെ ആരും വന്നിട്ടില്ലെന്നോ? വന്നില്ല ആരും? 10 മണിയാവല്ലേ? നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ പോവാം. അതാ. ഞങ്ങളിപ്പോൾ 10 മണിയാകും വരുമ്പോൾ. ഇപ്പോൾ ഇനിയിപ്പോൾ 20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പോയി. ഇത് കഴിഞ്ഞിട്ട് ജസ്ലിന് മറ്റേ ഞങ്ങൾ അത്തങ്കപ്പള്ളി പോയപ്പോൾ ഒരു സാധനം വായിച്ചായിരുന്നു, മറ്റേ എറിഞ്ഞ് പൊട്ടിക്കേണ്ട പടക്കം. അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ തിരക്കി. പക്ഷെ അവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കടയിൽ പോയി തപ്പണം. ഇങ്ങോട്ട് വാ ജസ്ലി. മേടിക്കാൻ നമുക്ക് പോകാം. വേറെ കടയുണ്ടെന്ന് നോക്കാതെ. ഓക്കെ, ഞങ്ങൾ പൈസ അടച്ചു. ഇനി ജസ്ലിന് നേരെ പോവാം. ജസ്ലിന് അത് കിട്ടൂല്ല എന്നറിയാൻ വേണ്ടിയിട്ട് പോവാം. ചിലപ്പോൾ കടയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്കൂളുണ്ട്, ഇവിടെയാണ് ഞാൻ 1 മുതൽ 7 വരെ പഠിച്ചത്. ഞാനാണെങ്കിൽ ക്യാഷൊന്നും എടുത്തിട്ടില്ല. അക്കൗണ്ടിൽ പൈസ ഉണ്ട്. അപ്പോൾ ഗൂഗിൾ പേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഗൂഗിൾ പേ ഉള്ള കടയിൽ ചെന്നാലേ നമുക്ക് ആ സാധനം കിട്ടത്തുള്ളൂ. അപ്പോൾ ജസ്ലിനായിട്ട് ഗൂഗിൾ പേ ഉള്ള കടയിലോട്ട് പോവുക. അതെല്ലാ കടയിലും കിട്ടണമെന്നില്ല. ഈ പിള്ളേരുടെ കളിക്കുന്ന സാധനം പിള്ളേർ കളിക്കുന്ന സാധനം ആയതുകൊണ്ട് മറ്റേ ഫാൻസി ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടത്തുള്ളൂ. ഇതിവിടുത്തെ വിയാനിപ്പള്ളി. അവിടെ നിന്നൊന്നും സാധനം കിട്ടിയില്ല. സോ അവസാനം അവിടെ ഗൂഗിൾ പേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്ലിൻ്റെ ബലൂൺ വാങ്ങിച്ചു കൊടുത്തു. അത് വെച്ച് സമാധാനപ്പെടുത്തി. ഇനിയിപ്പോൾ ഇതേ പള്ളിയിൽ വന്നതാണ്. പള്ളി ഇവിടം വരെ വന്നത്. പള്ളി കയറിയിട്ട് പോകാമെന്ന് കരുതി ജസ്ലിനെ കൊണ്ട് പള്ളിയിലോട്ട് പോവുക. ചെന്നോ, കുഴപ്പമില്ല. കുഞ്ഞുങ്ങളെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്ലിൻ്റെ മേളിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരു കട, പള്ളിയുടെ അടുത്ത കട, അങ്ങനെ പള്ളിയുടെ അടുത്തൊരു കടയിൽ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അങ്ങനെ വീട്ടിലെത്തി. ചിക്കൻ ശംഭു.